അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ മാവേലിക്കര താലൂക്കിൽ നൂർനാട് പഞ്ചായത്തിൽ ചെറുമുഖ വാർഡിൽ നിന്നും വരുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ ഇവിടെ 2023 2/7 ഉടമ്പടി എടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, എനിക്ക് അംഗൻവാടിയിലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. മാതാവേ, എനിക്ക് ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ തന്നെ എനിക്ക് ഈ ജോലി കിട്ടണം. കാരണം 300 പേരോളം ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന വാർഡിൽ തന്നെ ഇന്ന സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ എനിക്ക് ആ ഒരു അംഗൻവാടിയിലെ ജോലി എത്രയും പെട്ടെന്ന് ആ വാർഡിൽ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഷുഗർ വന്ന് കാല് പഴുത്ത് എല്ലാ വർഷവും പുള്ളിക്കാരന് കാല് നടന്ന് പോകുമായിരുന്നു. അപ്പോൾ എവിടെ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പം എല്ലാവരും ഒരാഴ്ച അവിടെ കിടത്തി കഴിയുമ്പോൾ പറയും, നിങ്ങൾ കൊണ്ടുപോകുമോ, ആളെ കിട്ടത്തില്ല, കൊണ്ടുപോയി എവിടെയെങ്കിലും രക്ഷപ്പെടും. ഞാനും എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ ഈ മോളെ പോകുന്നിടത്തെല്ലാം എൻ്റെ ഈ മോളെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആശുപത്രിയിലായാലും ആരുടെ അടുത്ത് ഞങ്ങൾ ഇരുത്തത് പോലുമില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞായതുകൊണ്ട്. അപ്പം എൻ്റെ മോളെയും കൊണ്ടാണ് ഞാൻ പല ആശുപത്രിയിലും ഈ ഹസ്ബൻഡിനെയും കൊണ്ട് കയറിയിരിക്കുന്നത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഈ പുള്ളിക്കാരനെയും കൊണ്ട് ഇനി ഒരു പറ്റത്തില്ല, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു. ഇവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീയും നിൻ്റെ മോളും ഒറ്റയ്ക്കായി പോകത്തതേ ഉള്ളൂ, നിങ്ങൾ അനാഥമായി പോകും. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഒറ്റയ്ക്കാകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഇറക്കി ഞങ്ങൾ പന്തളത്ത് വലിയൊരു ആശുപത്രി കൊണ്ട് കയറ്റി. അവിടെ ഡോക്ടർ പറഞ്ഞ് കാല് മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം 5ൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടറെ ഈ കാലിൻ്റെ വിരലെല്ലാം പോവുമോ, കാല് മുറിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും പുള്ളിയുടെ കാല് മുറിച്ച് മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ മാതാവ് എന്നെ അവിടെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അവിടുന്ന് 2.25 ലക്ഷം രൂപയോളം എനിക്ക് കടബാധ്യതയുണ്ടായി. ആ കടത്തിൽ നിന്നും എനിക്ക് മുക്തി നേടാൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ച് അവിടെ ബില്ലടയ്ക്കേണ്ടി വന്നു. എൻ്റെ കയ്യിൽ ആകെ 10,000 രൂപയുള്ളായിരുന്നു. ഞാൻ സ്വർണവും ഓരോരുത്തരുടെ പൈസയെല്ലാം തന്ന് സഹായിച്ചു. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. ഓണം വന്നപ്പോൾ എൻ്റെ ഈ മോക്ക് ഒരു ഉടുപ്പ് പോലും എടുക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം കടക്കാരെ കൊണ്ട് നിൽക്കക്കണ്ണിയില്ല. ഞാൻ ഒരു മനുഷ്യരെ കൊണ്ട് ഇന്ന് വരെ ഒരക്ഷരം ഞാൻ പറയിപ്പിച്ചിട്ടുമില്ല. ഞാൻ അവരെ തിരിഞ്ഞൊരക്ഷരം പറയാനും പോയിട്ടില്ല. എനിക്കൊരവസ്ഥ വന്ന് എനിക്ക് എൻ്റെ മകളെയും ഭർത്താവിനെയും ആ വീട്ടിലേൽപ്പിച്ചിട്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് എനിക്ക് വീട്ടുജോലിക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു. ഞാൻ അവിടുന്ന് മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു വഴിയില്ല, എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മാതാവ് എനിക്ക് അടയാളങ്ങൾ തരുന്നത് എനിക്ക് മാതാവ് പച്ച മെഴുകുതിരിയിൽ കൂടെ ആയിരുന്നു. മാതാവ് അടയാളം തരുമ്പോൾ മാതാവിൻ്റെ ഈ രൂപത്തിൽ, ഈ ക്ലോക്കിൻ്റെ രൂപത്തിലാണ് മാതാവ് എൻ്റെ ആ തിരി ഉരുകി വീഴുന്നത്. മാതാവിൻ്റെ പല രൂപം 4 വശത്തോട്ടും മാതാവ് പറഞ്ഞു, മകളെ നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അംഗൻവാടി ലീവ് എടുത്തിട്ട് തൃശ്ശൂർ ഒരു വീട്ടിൽ പോയി, ജോലിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് 10 ദിവസം നിൽക്കാനേ പറ്റിയുള്ളൂ. കാരണം അവിടെ ഒരു ചേച്ചി 14 വർഷം ജോലി ചെയ്ത ആ ചേച്ചിയുടെ അമ്മയ്ക്ക് ക്യാൻസറായിട്ട് പോയതാണ്. അപ്പോൾ ആ ഡോക്ടർ മേഡം എന്നോട് പറഞ്ഞു, മോളെ എങ്ങനെ ആ ചേച്ചി വരുമല്ലോ. ഞാൻ പറഞ്ഞു, ആ ചേച്ചിയുടെ അമ്മയ്ക്ക് ക്യാൻസറായിട്ട് പോയതാണ്, ഒരിക്കലും ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിൽക്കത്തില്ല, കാരണം ആ ചേച്ചിക്ക് തന്നെ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു, മോള് 10 ദിവസം നിന്നേ ഉള്ളൂ, ഞാൻ 25,000 രൂപയ്ക്ക് അവിടെ ജോലിക്ക് കയറിയത്. ആ മേഡം എനിക്ക് 10 ദിവസം നിന്നതുകൊണ്ട് ആ 25,000 രൂപ ഒരു മാസത്തെ ശമ്പളം എനിക്ക് തരുന്നത് കൊണ്ട് എനിക്ക് ഒരാടെ കടം വീട്ടാൻ പറ്റി. അവിടുന്ന് ഞാൻ വന്നിട്ട് പിന്നെ അവിടുന്ന് തന്നെ ഞാൻ വന്ന് ഇവിടെ വണ്ടി ഇറങ്ങി, മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്നും പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി ഇവിടെ വന്ന്. പുതുക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എന്തുവായാലും ഇവിടെ ഓടുവല്ലേ, എന്നെ എന്തിനിങ്ങനെ
ഇട്ട് ഓടിക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഭർത്താവ് ബ്ലഡ് ഛർദ്ദിക്കുകയുണ്ടായി. വീണ്ടും ഞാൻ ബ്ലഡ് ഛർദ്ദിച്ച് ഞാൻ മാവേലിക്കര ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് എൻ്റെ മോളെയും സ്കൂളിൽ നിന്ന് വിളിച്ച് ആ വഴി ഞങ്ങൾ അവിടെ ചെന്നപ്പം മാതാവ് ഡോക്ടർ പറഞ്ഞു, ഈ പുള്ളിക്കാരനെ ഇവിടെ പറ്റത്തില്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തുവാണെന്നൊന്നും അറിയത്തില്ല. മൂക്കിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ ഈ കുഞ്ഞും 108 ഞങ്ങൾ പോയി. അവിടെ ചെന്ന് മാതാവിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തേൽ കൊന്തയുണ്ടായിരുന്നു. ഞങ്ങളത് ഊരത്തതേയില്ല. എൻ്റെ മോള് പറഞ്ഞു, അച്ഛാ കരയല്ലേ അച്ഛാ, മൂക്കിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ട്യൂബ് ഇട്ടേക്കുവാണ്, കരയല്ലേ എന്ന് പറഞ്ഞു. ബ്ലഡ് തോർത്തും കൊണ്ടുവന്ന് എൻ്റെ കഴുത്തേ കിടന്ന ഷാളും എല്ലാം മുങ്ങി. അപ്പോൾ എല്ലാം എനിക്ക് ഒരു അനുഗ്രഹം എനിക്ക് അവിടെ മാതാവ് തരുമായിരുന്നു. കാരണം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എനിക്ക് എൻ്റെ പത്രം എല്ലാം ഓരോരുത്തർ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പോലെ അടുക്കി വെച്ചാണ് എനിക്ക് പത്രം കിട്ടുക. ആ പത്രം ഒന്നും ഞാൻ കളഞ്ഞില്ല. ആ കോട്ടയത്തു നിന്ന് കിട്ടിയ ആ പത്രം മൊത്തം ഞാൻ എടുത്ത് പല സ്ഥലത്തു നിന്നാണ് എനിക്ക് ആ പത്രം കിട്ടിയത്. ആ പത്രം എടുത്ത് ഞാൻ എല്ലാം അടുക്കി ഞാൻ എൻ്റെ ബാഗിനകത്ത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തലക്കീഴി വെച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻഡോസ്കോപ്പി ചെയ്യണം, എൻഡോസ്കോപ്പി ചെയ്താൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ കൈവിടല്ലേ, എന്നെ മുറുക്ക പിടിക്കണേന്ന് പറഞ്ഞു. ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യാൻ കൊണ്ടുപോയപ്പം മാതാവിൻ്റെ അനുഗ്രഹം കാരണം പുള്ളിക്ക് യാതൊരു അസുഖവുമില്ല. ഞങ്ങൾക്ക് 5ൻ്റെ അന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജായി പോകാണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് നിൽക്കക്കണ്ണിയില്ല. പിന്നെയും കടക്കാരെന്നെ വലഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് നാട് വിട്ട് ഞാൻ എറണാകുളത്ത് ഒരു വീട്ടിൽ ജോലിക്ക് പോയി. എനിക്ക് വീട്ടിൽ പോലും എൻ്റെ കുഞ്ഞിനെ പോലും കാണാൻ പറ്റാത്ത ഒരു അവസരത്തിൽ എനിക്ക് പറ്റുന്നില്ല, വീട്ടിൽ ചെല്ലാനും പറ്റുന്നില്ല. കാരണം കടക്കാരെന്നെ 4 വഴിക്കും ഫോണിൽ കൂടെ അല്ലാതെയും വീട്ടിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ അസുഖത്തിന് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് ആ മാതാവിനോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഒരു വഴി എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേന്ന് പറഞ്ഞു. ഞാനിവിടെ 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എന്തുവായാലും എനിക്ക് വിദേശത്ത് പോകാൻ എനിക്കൊരു അവസരം മാതാവ് എനിക്ക് തരണം. കാരണം ഞാൻ ഇന്ന് കിടന്ന് അലയുക, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കുഞ്ഞു ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. മാതാവ് പറഞ്ഞു, അപ്പം എനിക്കാണെങ്കിൽ ഞാൻ തൃശ്ശൂർ പോയ ആ 10 ദിവസം നിന്ന വീട്ടിലെ മാതാവ് ആ മേഡം എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ ഒരു കസിൻ്റെ സിസ്റ്ററുണ്ട്, അവരുടെ കൂടെ നിനക്ക് ദുബായിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, വരാം മേഡം, ഞാൻ പാസ്പോർട്ട് എടുത്തില്ല. പാസ്പോർട്ടൊന്നും എടുക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. ലാസ്റ്റ് നമ്മുടെ അക്ഷയയിൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞപ്പം ആ പയ്യനാണെങ്കിൽ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആലപ്പുഴയ്ക്ക് എന്നെ 4 മണിക്ക് വിളിച്ച് അവിടെ ചെന്ന് എല്ലാം റെഡിയായി. ഇന്ന് ഞാൻ നാളെ ദുബായിക്ക് 6:10 ഫ്ലൈറ്റിന് പോകാനിരിക്കുക. മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോൾക്ക് പഠിക്കാൻ ഒത്തിരി പുറകിലോട്ടായിരുന്നു. മലയാളം വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല, ഒരുപാട് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ മാതാവിനോട് ഒരു ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞത്, മാതാവേ എൻ്റെ മകൾക്ക് പഠിക്കാൻ ഇവളെ പുറകോട്ടാക്കരുത്. കാരണം ഇന്ന് ഞാൻ അലിഞ്ഞു നടക്കുന്ന എൻ്റെ വേദന എൻ്റെ കുഞ്ഞിന് വരില്ലേ, അവളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ട്. ഇന്ന് അവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ആ ക്ലാസ്സിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുവാണ് എൻ്റെ കുഞ്ഞ്. ഒരുപാട് പുറകിൽ കിടന്ന എൻ്റെ കുഞ്ഞ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കും. അത് അമ്മ മാതാവിനും യേശുവിനും ഞാൻ 1000 നന്ദി. പത്രം ഞാനാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം. ഞാൻ ആശുപത്രിയിലാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് കിടന്ന കാല് മുറിക്കാതെ മുറിച്ച് കിടക്കുന്ന അമ്മമാരെ അച്ഛന്മാരുടെ അടുത്ത് ആശുപത്രിയിൽ ഞാൻ കൊണ്ടുപോകും. ഓരോരുത്തരുടെ അടുത്ത് ഞാൻ കയറിയിട്ട് പറയും. അവിടെ ചെല്ലുമ്പോൾ പലരും എന്നോട് പറയും, ഞങ്ങളും കൃപാസനത്തിൽ പോയതാ മോളെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും പ്രായമുള്ള അമ്മമാരെയാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായമായാലും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ ഏത് ബസ്സിൽ പോയാലും അല്ലാതെ പോയാലും ഈ നമ്മൾ അമ്മമാരൊക്കെ 10 രൂപ ചോദിക്കും, സുഖമില്ലാത്തൊരു കാല് മുറിഞ്ഞു. എൻ്റെ കയ്യിലില്ലെങ്കിലും ഞാൻ 1 രൂപ കൊടുക്കത്തില്ല അവർക്ക്. ഞാൻ 10 രൂപയാണ് കൊടുക്കുന്നത്. എനിക്കില്ലെങ്കിലും ഞാൻ അവർക്ക് 10 രൂപ വെച്ച് ഞാൻ കൊടുക്കും. മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും യേശു ക്രിസ്തുവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 പരിശുദ്ധ അമ്മ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അമ്മയുടെ സ്തോത്രഗീതത്തിൽ ദൈവത്തെ പ്രകീർത്തിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ്
വലിയ കാര്യങ്ങൾ വേണം നാം ഉടമ്പടിയിൽ വയ്ക്കുവാൻ. ഇവിടെ ഈ മകളുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ട് ഈ മകൾ പറഞ്ഞു കഴിയുമ്പോൾ നാം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ന് തനിക്ക് വിദേശത്തേക്ക് പോകുവാൻ, അതായത് ആരുമില്ല ആലംബമായിട്ട്, ഒരേ ഒരു ആലംബമേ ഉള്ളൂ, ദൈവം മാത്രം. ഇന്ന് ഉടമ്പടി എടുത്ത ഈ അമ്മയുടെ കാശ് രൂപവും കൊണ്ടൊക്കെ താൻ നടക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് പല പ്രതിബന്ധങ്ങളൊന്നുമില്ല എന്നല്ല, പ്രതിബന്ധങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പ്രതിബന്ധങ്ങളൊക്കെ മാറിയിട്ട് നാം നന്ദി പറയാനായിട്ടിരുന്നാൽ അത് നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുമോ? നാം തന്നെ ചിന്തിക്കണം. മഞ്ജു ഇന്നിവിടെ പറയുമ്പോൾ മഞ്ജുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടല്ല, പ്രതിസന്ധികൾക്കുള്ളിലും ദൈവത്തിൻ്റെ കരുണയുള്ള കരുതൽ കാണുകയാണ്. അതായത് വളഞ്ഞ വരകളിൽ കൂടി നേരെ എഴുതാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതാണ് ഈ മകൾ ഇവിടെ പറയുക. അങ്ങനെ ഇന്ന് തൻ്റെ കടബാധ്യതകൾ, അതുപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥകൾ, ഇതൊക്കെ തന്നെ വേട്ടയാടുമ്പോഴും തനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഭവങ്ങൾ, അത് ഓരോ സ്ഥലത്തും തനിക്ക് പിടിച്ചു നിൽക്കുവാനായത്, ഇന്ന് വിദേശത്തേക്കുള്ള ജോലി സാധ്യത, ഇതൊക്കെ എങ്ങനെയാണ് തനിക്ക് ലഭിച്ചത്? അങ്ങനെ തനിക്ക് ആലംബവും ആശ്രയവുമായിട്ട് നിൽക്കുന്ന ദൈവത്തെ ഇന്ന് ഈ മകൾ പ്രഘോഷിക്കുകയാണ്. തൻ്റെ അനുഭവത്തിലൂടെ തനിക്ക് കിട്ടിയ ദൈവ അനുഭവങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ മകൾ കൃപാസന പത്രം കൊടുക്കുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൈ നിറയെ ഉണ്ടായിട്ട് നാം എല്ലാവർക്കും കൊടുക്കുവാനിരിക്കുകയാണെങ്കിൽ കയ്യിലൊന്നുമില്ലാത്തവരെങ്ങനെയാണ് കൊടുക്കുക? വിധവയുടെ ചില്ലിക്കാശിന് ഈശോ വില കൽപ്പിച്ചു. ഭണ്ഡാരത്തിൽ ഒത്തിരിയേറെ പേര് നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അവർ നിക്ഷേപിച്ചതൊന്നും ദൈവപുത്രൻ കണക്കിലെടുത്തില്ല. എന്നാൽ ഒരു വിധവ സമർപ്പിച്ച ചില്ലിക്കാശ്, അത് അവളുടെ ഉപജീവനത്തിനുള്ള വക മൊത്തം അവൾ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇന്നും സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ് വിധവയുടെ ചില്ലിക്കാശായിട്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ കാലിത്തൊഴുത്തിൽ ഒന്നുമില്ലാതെ ഭുജാതനായവൻ്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ഇന്ന് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ആ ദൈവപുത്രൻ എങ്ങനെയാണ് ആലംബഹീനരെയും അതുപോലെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെയും ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് എങ്ങനെ തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകൾ വർഷിക്കപ്പെടുന്നു. തൻ്റെ മകള്, ഇന്ന് ഒന്നും അറിയില്ലാത്ത മകള്, പഠിക്കാൻ ഒത്തിരിയേറെ പുറകോട്ടായിരുന്ന മകള്, മലയാളം അറിയത്തില്ലാത്ത മകള്, ആ മകൾ ഇന്ന് ക്ലാസ്സിൽ 2ാം സ്ഥാനക്കാരിയായി. ഇതൊക്കെ പരിശുദ്ധ അമ്മയല്ലേ? അതായത് പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് ദൈവപുത്രനെ ഒരുക്കിയത് അമ്മയാണ്. ആ അമ്മയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാഥയാകുന്നത്, സംരക്ഷകയാകുന്നത്. ആ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അനേക മടങ്ങായിട്ട് നമുക്ക് പിന്നീട് കൃപകളായിട്ട് വരുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.